ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. കാരണം ടൈം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും തിരിച്ച് കിട്ടാൻ പറ്റാത്ത ഒരു കാര്യമാണല്ലോ. നമുക്ക് ബാക്കി എന്തും പൈസയൊക്കെ ബുദ്ധിമുട്ടിയാണെങ്കിലും പൈസ പോകുന്നത് നമുക്ക് വിഷമമുണ്ട്, ബട്ട് സ്റ്റിൽ തിരിച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. ബട്ട് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. ഒരു പാർട്ട് അങ്ങ് പോയി എന്ന് വിചാരിക്കാം. സോ ബേസിക്കലി എപ്പോഴാണ് നമുക്ക് ടൈം അങ്ങ് പെട്ടെന്ന് പോയി, അയ്യോ ടൈം പോയല്ലോ എന്നൊക്കെ ഒരു ഫീലിംഗ് വരുന്നത്, മിക്കവാറും നമ്മുടെ സിഗ്നൽ ഉണ്ടല്ലോ, സിഗ്നലിൻ്റെ അവിടെ നമ്മൾ ഫാസ്റ്റായിട്ട് നമ്മൾ വരുമ്പോൾ പച്ചയായിരുന്നു, ബട്ട് നമ്മൾ എത്താറായപ്പോഴത്തേക്കും അതങ്ങോട്ട് റെഡിലേക്ക് പോയി. ആ ഒരു ടൈമിൽ ആ ഒരു 90-60 സെക്കൻഡ്സ് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കര സ്പീഡിലായിരിക്കും വന്നിട്ടുണ്ടാവും ഇതിങ്ങനെ പോകുന്നു എന്ന് കണ്ടിട്ട്, ബട്ട് അടുത്ത് വന്നപ്പോഴത്തേക്കും അങ്ങ് റെഡായിപ്പോയി. അപ്പോൾ ആ ഒരു 90-60 സെക്കൻഡ്സ് ആയിട്ടുള്ള 90 സെക്കൻഡ്സ് എന്ന് പറയുന്നത് നമുക്ക് അയ്യോ ടൈം പോയല്ലോ, നമുക്ക് ആകെ വിഷമമായിട്ടുള്ളൊരു സമയമായിരിക്കും. നമ്മൾ ടൈം പോയെന്ന് നമുക്ക് തോന്നുന്നൊരു സമയം. അതേപോലെ തന്നെയാണ് നമ്മൾ ലെവൽ ക്രോസിങ്ങിലും നമ്മൾ പാഞ്ഞ് വരുമ്പോഴത്തേക്കും അതിൻ്റെ എന്താ പറയുക, സ്റ്റാൻഡ് ആ ഗ്രില്ല് അതിന് താഴേക്ക് വരുന്നത് പോലെ തോന്നുമ്പോൾ ആ ക്രോസ് ബാർ താഴേക്ക് വരുന്നു, പക്ഷെ നമ്മൾ വന്നപ്പോഴത്തേക്കും അതങ്ങ് അടഞ്ഞു, നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജിലൊക്കെയാണ് നോർമലി നമുക്ക് ടൈം പോയെന്ന് തോന്നുന്നത്. പക്ഷേ ലൈഫിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് സമയം നമ്മൾ വേസ്റ്റാക്കി കളയുന്നുണ്ട്. അതൊന്നും നമ്മൾ ബോധേടയല്ല പലരും. അപ്പം ഇങ്ങനെ ബോധേടല്ല നമ്മുടെ ലൈഫിൽ നമ്മുടെ ടൈം. ചിലരെയൊക്കെ കാണുമ്പോൾ നമ്മൾ പറയുന്നത് ഓ അവന് ലക്കാണ്, അവൻ അങ്ങ് സക്സസ് ആയത് അവൻ്റെ ലക്ക് കൊണ്ടാണ്. ബട്ട് ലക്ക് അങ്ങനെയൊക്കെ വിചാരിക്കുന്നെങ്കിൽ അതാണ് നമ്മുടെ കുഴപ്പം. ആരാണോ ലൈഫിൽ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയത് അവരുടെ ടൈം ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തത് കൊണ്ടാണ് അവർക്ക് സക്സസ് കിട്ടിയത്. ഒരുപാട് സ്റ്റോറീസ് അതിൻ്റെ ബിഹൈൻഡായിട്ടുണ്ടാവും, ബട്ട് പർട്ടിക്കുലർലി മെയിനായിട്ടുള്ള കാര്യം ദേ ഹാവ് യൂട്ടിലൈസ്ഡ് ദെയർ ടൈം എഫക്റ്റീവ്ലി. കാരണം നമുക്കും അദാനി അംബാനി എല്ലാവർക്കും 24 hours ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഫക്റ്റീവായിട്ട് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ ടൈം യൂട്ടിലൈസ് ചെയ്യുന്നു, ദാറ്റ് ഡിസൈഡ്സ് അവർ സക്സസ്. അപ്പം നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആകണോ? സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ടൈം മാനേജ്മെൻറ്റിന് വളരെയേറെ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ടൈം നന്നായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അതിനുള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വെൽക്കം. സോ ഫസ്റ്റ് ടൈമായിട്ട് പറയുന്നത് നമുക്ക് നോ പറയാൻ പറ്റണം. നോ പറയാൻ പറ്റാത്തതാണ് നമ്മളുടെ ലൈഫിലെ വലിയൊരു പ്രശ്നം പലരോടും. അപ്പം ഒരാൾ വന്ന് പറയുന്നു, എടാ നീ ഇന്ന് വെറുതെ ഇരിക്കുകയല്ലേ, വാ നമുക്കൊന്ന് കറങ്ങാൻ പോകാം, നമുക്ക് ഒരു ഷർട്ട് എനിക്ക് എടുക്കാനുണ്ട്, നീയും കൂടെ വാ. അപ്പോൾ നമ്മൾ വീട്ടിൽ ചിലപ്പോൾ ഒരു ദിവസം ചുമ്മാ ഇരിക്കാം എന്നാൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ചുമ്മാ വീട്ടിലിരിക്കുന്നു, അപ്പോൾ ഇവൻ വിളിക്കുന്നു, പോകുന്നു. അന്നത്തെ ദിവസം പോയേ അന്ന് ഈ കറങ്ങുന്നു. ചിലപ്പോൾ മാക്സിമം നമുക്കൊരു ഫുഡ് ഉച്ചക്കത്തെ സ്പോൺസർ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്നാക്ക്, അങ്ങനെ കറങ്ങി നമ്മൾ തിരിച്ചു വരുന്നു. അതേപോലെ ചിലപ്പോഴാണെങ്കിൽ എടാ നീ അത്യാവശ്യത്തിന് എൻ്റെ അടുത്തേക്ക് പറഞ്ഞാൽ ഞാൻ ആകെ പ്രശ്നത്തിലിരിക്കുക എന്നൊക്കെ പറഞ്ഞ്, ഇത് കൂടുതലും എനിക്കൊന്ന് ബോയ്സും ഗേൾസും എല്ലാം സംഭവങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അതായത് എൻ്റെ ബോയ് ഫ്രണ്ട് എന്നോട് ഇന്നിങ്ങനെ പറഞ്ഞു, അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ നീ വിഷമിക്കേണ്ട, നിനക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ ആശ്വസിപ്പിക്കുന്നു. അപ്പം നമുക്ക് സന്തോഷം, അവനും സന്തോഷം. ബട്ട് ഇതിൽ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് നടക്കുന്നുണ്ടോ? ഇത് കഴിഞ്ഞ് സെയിം ഈ വഴക്കുണ്ടാക്കിയ ബോയ് ഫ്രണ്ട് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നേരെയാകും, ഇല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞ് നമ്മളറിയുന്ന ഇവർ കംപ്ലീറ്റ്ലി അടിച്ച് പിരിഞ്ഞു. അപ്പം നമ്മൾ ഈ പറഞ്ഞ് ആശ്വസിപ്പിച്ചതും കാര്യങ്ങളും ഒക്കെ വെറുതെയായി. അപ്പം നമ്മൾ ചിലപ്പോൾ പറയും, ഓ എനിക്കങ്ങനെ ലൈഫിൽ വലിയ ആളൊന്നും ആവണ്ട, എനിക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, ചില്ലായി പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ അല്ല എൻ്റെ ഫ്രണ്ടല്ലേ അവൻ, ഫ്രണ്ട്ഷിപ്പിനൊരു വിലയില്ലേ, അവൻ ചോദിച്ചാൽ ഞാൻ പോകണ്ടേ, ഞാൻ അങ്ങനെ ഒരു സപ്പോർട്ട് അവന് കൊടുക്കണ്ടേ, എന്നാലല്ലേ എൻ്റെ ഒരു ആവശ്യം വന്നാലും അവൻ വരത്തുള്ളൂ. സെയിം വിത്ത് റിലേറ്റീവ്സ് ഓൾസോ. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്കൊരു തിരിച്ചടി വരുന്ന എപ്പോഴാണെന്നറിയാവോ? ഈ ഫ്രണ്ട് അല്ലെങ്കിൽ ഈ റിലേറ്റീവ് കുറച്ച് കഴിയുമ്പം വളരെ വലിയ ഉയരത്തിലേക്കും എത്തും. അന്നേരം അവർ നമ്മളെ അങ്ങ് തഴയും. കാരണം ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വലിയ കാര്യത്തിലൊക്കെ കൊണ്ടു നടന്നിട്ട് അവർ ചിലപ്പം ഈ പറഞ്ഞ മാതിരി കുറച്ച് ഉയരത്തിലെത്തിക്കഴിയുമ്പം നമ്മളെ വിട്ടിട്ട് അവരുടെ ലെവലിലുള്ള ആൾക്കാരുമായിട്ട് അങ്ങ് മുന്നോട്ട് പോകുന്ന കാണുമ്പോഴാണ് നമ്മൾ അയ്യടാ എനിക്ക് അക്കടി പറ്റിയല്ലോ എന്ന് തോന്നുന്നത്. സോ ഈ നോ പറയാം. നമ്മളിപ്പോൾ ഓർക്കും ഞാനൊരു 1 hour അല്ലെങ്കിൽ 2 hour കൊടുത്തു, എൻ്റെ ടൈം എന്ത് പോകാനാ, അല്ലെങ്കിൽ അവൻ പറയണം നിന്നെ ഞാൻ 2 മണിക്കൂറത്തേക്കല്ലേ വിളിച്ചല്ലോ, അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂറത്തെ ഒരു അത്യാവശ്യത്തിനല്ലേ നിന്നെ ഞാൻ വിളിച്ചത്, നീ വന്നില്ലല്ലോ. പക്ഷെ അങ്ങനെ ഒരു 4 പേർക്ക് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു ദിവസം പിന്നെ എന്തോ ഉള്ളത്. സോ യു ഹാവ് ടു
ഓഡിറ്റ്. നമ്മുടെ ടൈം എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന പ്രൊഡക്റ്റീവായിട്ടാണോ യൂട്ടിലൈസ് ചെയ്യുന്നത്? നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതും സഹായിക്കുന്നതും ഒക്കെ നല്ലതാണ്, പക്ഷേ അത് നമ്മൾ നോക്കണം. അതായത് നമ്മൾ എൻഡ്ലെസ്സായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണോ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണോ, ഞാൻ എന്നിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടോ, ഞാൻ എൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ, എപ്പോഴും മറ്റുള്ളവർ ആരെപ്പോൾ വിളിച്ചാലും പോകാൻ റെഡിയായിട്ട് ഞാനിങ്ങനെ ഇരിക്കുവാണോ, അങ്ങനെയാണോ എൻ്റെ ടൈം പോകുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിരിക്കും. അപ്പം നോ പറയേണ്ടിടത്ത് നോ പറയണം. അപ്പോൾ ഈ നോ പറയാൻ പറ്റാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് നമ്മുടെ ടൈമിനെക്കുറിച്ച് ഒരു അജണ്ടയും ഇല്ലാത്തത് കൊണ്ടാണ്. അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, നമുക്കൊന്നും ചെയ്യാനില്ല, ആരെങ്കിലും എങ്ങോട്ട് വിളിച്ചാലും നമ്മൾ പോകുന്നു. സ്കൂളിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന ടൈമിൽ ഓക്കെ, അന്നേരം നമ്മൾ പോകുന്നുണ്ട്. അല്ലാത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് വെക്കേഷൻ ആയിട്ടുള്ള ടൈമിൽ, നിങ്ങളിപ്പോൾ എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട് വെക്കേഷൻ ആയിട്ടുള്ള ടൈം വരും, അന്നേരത്തെയും കൂടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നോർമൽ ലൈഫിൽ ആർക്കായാലും ഇപ്പോൾ ഈവൻ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു പാരൻറ്റ് വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം അവർ വലിയ പോസ്റ്റൊക്കെ ഇരുന്നവരായിരിക്കും. പക്ഷേ റിട്ടയർഡായി കഴിഞ്ഞാൽ വെറുതെ വീട്ടിലിരിക്കുന്നത് കാണുമ്പോൾ എല്ലാവർക്കും ഓരോ ഫാനും തുടച്ച് അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിക്കുക, അങ്ങനെ 100 ആവശ്യങ്ങൾ ഓരോരുത്തർ പറയും. കാരണം നമ്മൾ ചുമ്മാ ഇരിക്കുമ്പം ആൾക്കാർക്കൊക്കെ നമ്മുടെ ടൈം യൂട്ടിലൈസ് ചെയ്യണമെന്ന് തോന്നും, ആരെങ്കിലുമൊക്കെ ഇടിച്ചു കയറും. ഇനി ആരും വന്നില്ലെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട് അല്ലേ? ഈ ഒരു റീല് കാണാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മൊബൈൽ എടുക്കും, പിന്നെ അത് 1 2 പിന്നെ വീഡിയോ ആയി, അങ്ങനെ എൻഡ്ലെസ് ആയിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും എംപവർമെൻറ്റ് കൊണ്ടുവരുന്ന, നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ആവുന്ന എന്തെങ്കിലുമൊക്കെ ആണ് നിങ്ങൾ കാണുന്നതെങ്കിലും ഓക്കെ. അതൊന്നും അല്ലാതെ എൻഡ്ലെസ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിനിമാസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് അത് പ്രശ്നമാണ് അല്ലേ? നമ്മുടെ ലൈഫ് എങ്ങും എത്തത്തില്ല, എങ്ങും എത്താതെ നമ്മളങ്ങ് നിന്ന് പോകും. അപ്പോൾ ഈ യങ് ഏജിൽ തന്നെ നമ്മൾ ആ ഒരു ടൈം യൂട്ടിലൈസേഷനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ ടൈം എങ്ങനെയൊക്കെയാണ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് ബെസ്റ്റായിട്ട്? നമുക്ക് ടൈം നമുക്ക് 3 രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ ഉണ്ടാക്കാൻ അല്ലേ? നമ്മൾ ജോലിക്ക് പോകുന്നു, ആ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന അത്രയും ടൈം നമ്മൾ പൈസ ഉണ്ടാക്കാൻ, നമ്മുടെ ലൈഫിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ജീവിക്കണമെങ്കിൽ പൈസ വേണം, അതിന് വേണ്ടി നമ്മൾ ജോലിക്ക് പോകണം. അപ്പോൾ ജോലിക്ക് പോകുന്ന ഒരു ടൈമാണ് ഫസ്റ്റ് നമ്മുടെ യൂട്ടിലൈസേഷൻ ഓഫ് ടൈം. അത് ചെയ്യാം. സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാനായിട്ട്, സന്തോഷിക്കാം, നമുക്ക് എന്തെങ്കിലും ആ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു സന്തോഷം കിട്ടണം. തേർഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വാല്യൂ അഡീഷൻ, അതായത് നമ്മൾ അഡീഷണലായിട്ട് എന്തെങ്കിലും പഠിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം. അപ്പോൾ ഫസ്റ്റ് ജോലിക്ക് പോകുന്ന കാര്യം ഓക്കെ. സെക്കൻഡ് ടൈം സന്തോഷം പല തരത്തിലുള്ള സന്തോഷമുണ്ട്. അപ്പോൾ ലാസ്റ്റിങ് സന്തോഷമാണോ അതോ ആ സന്തോഷം കിട്ടിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉള്ളിൽ വരുന്നതാണ്. കാരണം ഫ്രണ്ട്സുമായിട്ട് കൂടി ഇച്ചിരി വെള്ളമടിച്ച് അല്ലെങ്കിൽ കറങ്ങി നടന്നു, അത് ഇതൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റം പറയുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഡേ നമുക്കൊരു ബാഡ് ഫീലിംഗ് വരുന്നുണ്ടെങ്കിൽ അതൊരു സന്തോഷിക്കാനുള്ള, അതൊരു ലോങ് ലാസ്റ്റിംഗ് സന്തോഷമല്ല. പകരം നമ്മളിപ്പം ഒരാളെ ഹെൽപ്പ് ചെയ്തു, അതല്ലെങ്കിൽ നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിച്ചു, അതല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന മാതിരി പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഈ മെഹന്തി ഇടാൻ പഠിക്കുക, മെഹന്തി ഇട്ട് കൊടുക്കുക. സോ അതൊക്കെ നമുക്ക് ഇപ്പോൾ ഇന്ന് അല്ലെങ്കിൽ നാളെ നമ്മളൊരു ഹോബിയായിട്ട് ഡെവലപ്പായി നാളെ ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ലൈഫിൽ ഗുണം തരുന്നതാണ്. ആരെങ്കിലുമൊക്കെ നമ്മളെ ഇതൊക്കെ ഇടാനോ കല്യാണ വീഡിയോകളിലോ ഒക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ടൈം നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് നമ്മൾ നോക്കണം. ഏത് രീതിയിലാണോ, ഇപ്പോൾ ചിലപ്പോൾ ചുമ്മാ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ വീട്ടുകാരാണെങ്കിലും പറയും, എന്തുവാ എടീ എനിക്കൊരു കല്യാണമുണ്ട്, നീ എന്നെ ഒന്ന് വണ്ടി എടുത്തൊന്ന് കൊണ്ടുപോകും അങ്ങോട്ട്. യാതൊരു കാര്യമില്ലാത്ത കാര്യം, നമുക്ക് വളരെ അകന്ന ഏതെങ്കിലും ബന്ധുവായിരിക്കും, അല്ലെങ്കിൽ അമ്മയുടെയോ അച്ഛൻ്റെയോ ഒക്കെ ഒരു ഫ്രണ്ടായിരിക്കാം. ഇതിനൊന്നും നമ്മളെ പ്രസൻസ് ആവശ്യമില്ലാത്തതായിരിക്കാം. പക്ഷേ നമ്മൾ ചുമ്മാ വീട്ടുകാരോട് നമുക്ക് കള്ളം പറയാൻ പറ്റുമോ? വീട്ടിലിരിക്കുന്ന കാണുമ്പോൾ നമ്മളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകും, അല്ലെ ഏതെങ്കിലും ഒരു ബന്ധു വന്ന് ഇവരെ തിരിച്ച് ബസ് സ്റ്റോപ്പിലാക്കുക, അല്ലെങ്കിൽ അവരെ വീട്ടിൽ കൊണ്ടുവിടുക. ഇങ്ങനെയുള്ള യാതൊരു പ്രൊഡക്ടിവിറ്റിയും ഇല്ലാത്ത കാര്യങ്ങളിലേക്കൊക്കെ നമ്മളെ തിരിച്ച് കയറ്റി നമ്മളങ്ങ് പോകും. അപ്പം നമ്മുടെ ടൈമിനെ കുറിച്ച് നമുക്കൊരു അജണ്ട വേണം രാവിലെ. അപ്പം നമുക്ക് പറയാം, ഇല്ല ഇപ്പം ഇത്ര സമയം ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ചിലവാക്കാൻ വെച്ചിരിക്കുന്നതാണ്, എനിക്ക് ഇന്നത് പഠിക്കാൻ പോകണം, ഇവൻ എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ ഞാൻ കമ്പ്യൂട്ടറിൽ ഇന്ന കാര്യം ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ടൈം നമുക്ക് തന്നെ ഒരു അജണ്ടയുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ ടൈം തട്ടിക്കൊണ്ട് പോകത്തില്ല. നമ്മുടെ ലൈഫിനെ കുറിച്ച് നമുക്കൊരു ബോധം വേണം, നമ്മളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം, എവിടെയൊക്കെയാണ് നമ്മുടെ വീക്ക് പോയിൻ്റ് എന്ന് മനസ്സിലാക്കി നമ്മളത് ഇമ്പ്രൂവ് ചെയ്യണം. ലൈഫിൽ സക്സസ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും അവനവൻ്റെ ടൈം അവനവൻ്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുന്ന
പോകുന്ന ആൾക്കാരാണ്. മറ്റുള്ളവരുടെ അജണ്ട അല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഈവൻ യൂട്യൂബിൽ വരുന്ന വീഡിയോസ് ആണെങ്കിലും എൻഡ്ലെസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാതെ ഇതുകൊണ്ട് നമുക്ക് ഗുണമുള്ള, കാരണം യൂട്യൂബിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, ലൈഫ് സ്കിൽസ് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് പഠിച്ച് മോണിറ്റൈസ് ചെയ്യാം. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഒരു 10-18 വയസ്സായിട്ടുള്ള കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈവൻ നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കാം. അടുത്തുള്ള 3-4 കുട്ടികളെ പിടിച്ച് വെച്ച് നമുക്കെന്താ 4, 5, 6 ഒക്കെ പഠിക്കുന്ന പിള്ളേരെ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ലേ? അപ്പോൾ നിങ്ങൾക്ക് വെക്കേഷൻ ടൈമിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള മാത്തമാറ്റിക്സോ ഏതെങ്കിലുമൊക്കെ സബ്ജക്ട്സോ ഒക്കെ ട്യൂഷൻ എടുക്കാം. നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ കുക്കിംഗ് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, താല്പര്യമുള്ളവരാണെങ്കിൽ ഇല്ലാത്തവരാണെങ്കിൽ, എല്ലാ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒരു ബേസിക്, ഞാൻ പറഞ്ഞ പോലെ ഇച്ചിരി ചോറുണ്ടാക്കുക, ഇച്ചിരി ഇടിയപ്പോ പുട്ടോ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കുക, ഒരു കറിയും വെക്കാൻ പഠിക്കുക. അതൊക്കെ നമുക്ക് പേരൻസിന് ഒരു ഹെൽപ്പായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഒരിടത്ത് താമസിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പുറത്തുള്ള ഫുഡോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഒരു മീൻ കറി ഉണ്ടാക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ ഒരു ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ ഒരു ചിക്കൻ കറിയോ നോൺ വെജിൻ്റെ ഒരു കറിയോ ഒരു ഫ്രൈയോ ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും എന്തോ ആണെങ്കിലും ഒരു തോരൻ, ഒരു മെഴുക്കുവരട്ടി, ഒരു മോര് കറി, ഒരു ചോറ്, അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കാനൊക്കെ നമുക്ക് വീട്ടിലല്ലേ പഠിക്കാൻ പറ്റും. അല്ലാതെ ഇപ്പം നമ്മളൊരിടത്ത് പോയിട്ട് നമുക്ക് ആദ്യമായി ചെയ്യാൻ പറ്റും. വീട്ടിനകത്താകുമ്പോൾ മെല്ലെ മെല്ലെ നമുക്ക് പേരൻസിന്, അമ്മയ്ക്കൊരു ഹെൽപ്പും ആകും. ഇനി എന്നെ അമ്മ ഇന്ന് അടങ്ങിയിരുന്നു, ഞാൻ ഇന്ന് ഇതൊക്കെ ഉണ്ടാക്കാൻ അത്യാവശ്യം പഠിച്ചാൽ 1-2 കൂട്ടാൻ നമുക്ക് വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കുകയും ചെയ്യും. നമ്മുടെ ടൈം, അപ്പോൾ ഒരുത്തം വിളിച്ചാലും നമ്മളിത് പഠിക്കുവാണല്ലോ, നമ്മുടെ ലൈഫിൽ ഇത് എൻറ്റർ ചെയ്യുവാണല്ലോ. അതുപോലെ വീട്ടിലെ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുക, പേരൻസിന് ഒരുപാട് ഹെൽപ്പ്. നമുക്ക് നമ്മുടെ വീടും നമ്മുടെ റൂമും ഒക്കെ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാം. അപ്പോൾ റൂം ക്ലീനിങ് ആണ് ഞാനിന്ന്. ഓക്കെ, ഇന്നൊരു വെക്കേഷൻ കിട്ടി, ഇന്നൊരു അവധി കിട്ടി, ഞാൻ എൻ്റെ റൂമൊക്കെ നല്ല അടുക്കി പെറുക്കി വെക്കുന്നു, എൻ്റെ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി സൂക്ഷിച്ചൊക്കെ വെക്കുന്നു. അതുപോലെ തന്നെ അവനവൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യുക, വാഷിംഗ് മെഷീനിൽ കൊണ്ട് ഇട്ടാൽ പോരെ. അല്ലെങ്കിൽ അവനവൻ്റെ ഈവൻ അടിവസ്ത്രങ്ങൾ വരെ അമ്മമാർ, വളരെ പ്രായമായ ആൺപിള്ളേരുടെ തന്നെ, ഈവൻ പെൺകുട്ടികളുടെയും കണ്ടിട്ടുണ്ട്, ഇതൊക്കെ അമ്മമാരാണ് കഴുകി കൊടുക്കുന്നത്. സോ എന്തൊരു നാണക്കേടാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെയുള്ള അവനവൻ്റെ കാര്യങ്ങളൊക്കെ കുറേ ചെയ്യാനും കേപ്പബിലിറ്റി വരും. നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരത്തില്ല. അപ്പോൾ ഒരു ദിവസം അമ്മയില്ല വീട്ടിലൊക്കെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പാചകം ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക. ഈ സമയത്താണ് നമുക്കിതൊക്കെ പഠിക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ യൂട്യൂബ് നോക്കിയിട്ടാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ മെഹന്തി ഇടുക, അതുപോലെ തന്നെ ചിലർക്ക് ഇപ്പോൾ ഗാർഡനിങ്, ചെടിയൊക്കെ വളർത്താനും ചെടിയൊക്കെ വിൽക്കാനും നമുക്കൊരു ഡിഗ്രിയുടെ ആവശ്യമില്ല. അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇൻട്രസ്റ്റ്, ചെടികളുടെ ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്കങ്ങനെ ചെടിച്ചട്ടി വെക്കാം. മിക്ക ഓഫീസുകളിൽ ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നത്. അപ്പോൾ ചെറിയ ഭംഗിയുള്ള കുഞ്ഞു ചെടിച്ചട്ടികളൊക്കെ വാങ്ങിച്ച് അത് വെക്കാം. അതുപോലെ തന്നെ ഇനിയിപ്പം ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്, നമ്മളതൊക്കെ പഠിക്കണം. ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോഴേ പഠിച്ചേ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് പൈസയൊന്നും ഇപ്പോൾ ഇല്ലായിരിക്കും, ബട്ട് പൈസ വരുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു അറിവ് വേണ്ടേ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടൻറ്റൊക്കെ വായിക്കാം, മനസ്സിലാക്കാം. നമുക്ക് ഓക്കെ, 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ 18 വയസ്സൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ സ്വന്തമായിട്ട് പാൻ കാർഡ് എടുക്കുക, സ്വന്തമായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുക. അധികം ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അധികം പൈസയൊന്നും വേണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഏൺ ചെയ്യുന്ന 10,000 1000 അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് വിഷുക്കൈ നീട്ടോ ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് പൈസ കിട്ടുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് അതൊക്കെ വെച്ചിട്ടാണെങ്കിൽ തന്നെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇച്ചിരി പൈസ നമ്മൾ അതിനകത്ത് ഇടുമ്പോഴാണ് നമ്മൾ ഇൻഡെപ്തായിട്ട് ഇതൊക്കെ പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ എന്തൊക്കെ ഷെയർസ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് പഠിക്കാം. മ്യൂച്വൽ ഫണ്ടാണോ, ഷെയർ ആണോ, അതോ ഇപ്പം എല്ലാവരും ചിട്ടിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കുകയും ചെയ്യാം. കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇതുപോലൊരു ക്ലാസ് എടുക്കാം. ഈവൻ യൂട്യൂബ് വീഡിയോസ് തന്നെ ഇടാം. നമുക്ക് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിലല്ലേ വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പഠിക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഈ കുക്കിങ്ങിൽ തന്നെ ചിലർക്കാണെങ്കിൽ ബേക്കിംഗ് ഒക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ ഒരുപാട് കേക്ക് അതൊക്കെ ഭയങ്കര ട്രെൻഡിയാണ്. കാരണം നമ്മുടെ തന്നെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ആയിരിക്കും അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കുക, അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ സ്വന്തമായിട്ടൊരു കേക്കൊക്കെ ഉണ്ടാക്കാം. ആദ്യം 1-2 പ്രാവശ്യം നമ്മുടെ ഫ്രണ്ട്സിനോ നമുക്കൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് പിന്നെ ഹോൾസെയിലായിട്ടോ അല്ലെങ്കിൽ നമുക്ക് കമേഴ്ഷ്യലായിട്ടൊക്കെ നമുക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻസ് ചില പിള്ളേർക്കൊക്കെ ഭയങ്കര ആർട്സ് ആൻഡ് ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വരയ്ക്കുക, പെയിൻറ്റിങ് സ്കിൽസ്. നമ്മൾ കൊച്ചു കുട്ടികളെ തന്നെ ആണെങ്കിലും പെയിൻറ്റിങ് പഠിപ്പിക്കാം. ഈവൻ കമ്പ്യൂട്ടർ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആണെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് കമ്പ്യൂട്ടറിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ഒരു കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. ചുമ്മാ ആരെങ്കിലും കൂടെ എൻഡ്ലെസ് ആയിട്ട് ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടന്ന് കുറേ ഈ പറഞ്ഞ മാതിരി ഒരുപാട് പിള്ളേർ ലഹരിയുടെ പിന്നാലെ. അപ്പോൾ ലഹരിയുടെ പിന്നാലെ പോകുന്ന വെച്ചാൽ അവർക്ക് അവരുടെ ടൈം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ദേ ഹാവ് എവറിത്തിങ്, ദേ ഡോണ്ട് നോ വാട്ട് ടു ഡു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നല്ലൊരു പേഴ്സൺ. അപ്പോൾ 4 പേരോട് സംസാരിച്ച് 4 പൈസ ഉണ്ടാക്കി അതെങ്ങനെ പൈസ കയ്യിൽ വരുന്ന ഒരു ട്രിക്കുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിടിച്ചാൽ കിട്ടത്തില്ല. നിങ്ങളത് ഇമ്പ്രൂവ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് പ്രൊമോട്ട് ചെയ്ത് വീഡിയോസ് എടുത്ത് ഒക്കെ നമുക്ക് നമ്മുടെ ഈ ഫ്രീ ടൈമുകളെല്ലാം നമ്മൾ അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ
ടൈം നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയണം. കാരണം നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ടായാലും ഇവരോട് നമുക്ക് നോ പറയേണ്ടി വരും. അതുകൊണ്ട് ഫസ്റ്റ് ടൈം തന്നെ നോ പറയുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം അത് നമുക്ക് ഇങ്ങനെ ടൈം വേസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കാതിരിക്കുന്നതാണ് നമ്മുടെ ലൈഫിനും നല്ലത്. നമ്മൾ കുറച്ചുകൂടെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക, ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാരുടെ, കാരണം ഒരുപാട് ഓൺടർപ്രണർഷിപ്സ് ഉള്ള മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരുണ്ട്. നമുക്ക് അത്രയൊന്നും ഇല്ലെങ്കിലും അവരുടെ കൂടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മളും കുറേയൊക്കെ ഇവരുടെ സൈഡിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ, മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനും ഉണ്ടാകും ഒരു സൗരഭ്യം എന്ന് പറഞ്ഞ മാതിരി അവരുടെ ആ എനർജിയും അവരുടെ എന്തൂസിയാസും അവർക്ക് എപ്പോഴും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും. നമുക്കങ്ങനെ ഉണ്ടെങ്കിൽ നല്ല കാര്യം. നമുക്കങ്ങനെ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ കൂടെ നമ്മളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ആ ഒരു എനർജി നമുക്കും വരും. അപ്പോൾ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ അടുത്തില്ലെങ്കിൽ യു ക്യാൻ ഹാവ് ഇൻ യൂട്യൂബിലുണ്ടാവും ഈവൻ അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുക. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അവർ മേക്കപ്പ്, ഇപ്പോൾ ചെറിയൊരു കുട്ടി കല്യാണത്തിന് തന്നെ എന്തൊരു മേക്കപ്പാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ മേക്കപ്പ്സ് തന്നെ ഒരുപാടുണ്ട് ആൾക്കാർ. അപ്പോൾ എന്ത് ചെറിയ ഫംഗ്ഷൻ ആണെങ്കിൽ ഈവൻ സാരി ഉടുക്കുക, ഒരു ഓഫീസിൽ ചെറിയൊരു ഫംഗ്ഷൻ ആണെങ്കിൽ പോലും പലർക്കും സാരി ഉടുക്കാൻ അറിയത്തില്ല. പക്ഷേ ഇതൊക്കെ ഉടുപ്പിക്കാൻ അറിയാവുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അധികം ഇതൊന്നും ഒരു എന്താ പറയുക എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആവശ്യമില്ല. നമുക്കിത് വൃത്തിയായിട്ട് ഉടുപ്പിക്കാൻ അറിഞ്ഞാൽ മതി. അപ്പോൾ അത് വൃത്തിയായിട്ടൊക്കെ ഒന്ന് ഉടുത്ത് കൊടുക്കുക. ഇതിന് തന്നെ ചുമ്മാ ഒരു 10 മിനിറ്റ് 15 മിനിറ്റിൻ്റെ ടൈമേ ആവശ്യമുള്ളൂ. അതിന് തന്നെ 500-600 ആൾക്കാർ വാങ്ങുന്നുണ്ട്. ഇത് ആൾക്കാർക്ക് ഒരുങ്ങി പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ചുമ്മാ ഈ സാരി ഉടുപ്പിക്കുന്നത് തന്നെ ഒരു വലിയ കലയാണ്. അപ്പോൾ അത് വൃത്തിയായിട്ട് ഉടുപ്പിക്കുക, പല വെറൈറ്റിയിൽ ഉടുപ്പിക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചുമ്മാ മേക്കപ്പൊക്കെ ചെയ്യിപ്പിക്കുക, അതൊക്കെ ചെറുതായിട്ട് തുടങ്ങുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അതിനുള്ള എമൗണ്ടും നമ്മൾ നന്നായിട്ട് ചെയ്യുന്നത് നമുക്ക് തന്നെ. അപ്പോൾ ആദ്യം നമുക്ക് ഇവരിലൊക്കെ പരീക്ഷ നടത്താമല്ലോ, നമ്മുടെ ഫ്രണ്ട്സിലും നമ്മുടെ റിലേറ്റീവ്സിലൊക്കെ പരീക്ഷ നടത്തുക. അത് സക്സസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൈസ വാങ്ങിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് യൂട്യൂബിലൂടെയും കിട്ടും, അല്ലാതെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തൊക്കെ നമുക്ക് കിട്ടും. യു സ്പെൻഡ് യുവർ ടൈം ഓൺ ഓൾ ദീസ് തിങ്സ്. ഏതിലാണ് ഇപ്പം ഞാനൊരു 2-3 എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുക, മോണിറ്റൈസ് ചെയ്യുക. അപ്പോൾ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇത് ഗെറ്റിംഗ് എ ഡിഗ്രി ആൻഡ് ഗോയിങ് ഫോർ എ ജോബ് ഈസ് വൺ തിങ്. പക്ഷേ ഇന്നത്തെ ഒരു അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ജോലി, കോൺസ്റ്റൻ്റായിട്ട് ഒരു ജോലി, നമ്മളിപ്പം 21 ഒരു ജോലിക്ക് കയറുന്നു, ഈവൻ അപ് ടു 60 നമ്മൾ സെയിം ജോബ് ചെയ്യുന്നു, അങ്ങനെയൊന്നുമല്ല. ഒരുപാട് ലേ ഓഫ്സ്, ഇപ്പം ഈവൻ കമ്പ്യൂട്ടർ സയൻസിലാണെങ്കിൽ തന്നെയും ഒരുപാട് ലേ ഓഫ്സ് ഒക്കെ വരുന്നുണ്ട്. ഏത് ബ്രാഞ്ച് എടുത്താലും ഏത് സിസ്റ്റം എടുത്താലും നമുക്ക് ഒരു ജോലിയും അത്ര, ഈവൻ ഗവൺമെൻറ് സർവീസിൽ നമ്മൾ കയറിയാൽ പോലും ഈവൻ ഗവൺമെൻറ്റ്സ് ആർ ഓൾസോ സസ്റ്റൈനബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏത് സമയത്ത് എന്ത് സംഭവിക്കും, ഗവൺമെൻറ് പോളിസീസ് മാറാം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഒരുപാട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഡയറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞൊന്നും വിടത്തില്ലായിരിക്കും. ബട്ട് അതിൻ്റെ ആ ഒരു ആ ഒരു ചാംനെസ്, ആ ഒരു സാലറി പല രീതിയിലാണ് നമ്മളെ, കാരണം ഒരാളെ പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു ജോലി ചെയ്യുന്നത്. ബട്ട് അവർക്ക് മാക്സിമം ടോർച്ചർ ചെയ്യാം, അല്ലെങ്കിൽ സാലറി വളരെ കുറയ്ക്കാം. അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ തനിയിട്ടിട്ട് പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസസൊക്കെ നമ്മൾ 40s ആകുമ്പോൾ പലർക്കും ഇങ്ങനെയുള്ള കേസസാണ്. അപ്പോൾ നമ്മളിങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ലൈഫ് സ്കിൽസൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ഒരു സൈഡ് ബിസിനസ്സായിട്ട് അതുമൊക്കെ നടക്കും. അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും 4 പേരെ പഠിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലല്ലേ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാതെ ചെയ്യണം. അപ്പോൾ നമ്മുടെ അജണ്ട നമുക്ക് ഉണ്ടാക്കണം. ഇതിലെന്തെങ്കിലുമൊക്കെ നമ്മൾ ചുമ്മാക്കെ കയറി നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ച് പഠിക്കുക. എന്തൊക്കെയാണ് ലൈഫിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ലൈക്ക് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, സിൽവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കമ്മോഡിറ്റീസ്. പിന്നെ ഇത്ര വലിയ ജസ്റ്റ് പഠിക്കുക. നിങ്ങൾ എല്ലാത്തിലും ഒന്നും ഇപ്പം അങ്ങോട്ട് ഇറങ്ങണം എന്നല്ല. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, വിച്ച് ഈസ് ബെറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കഷനൊക്കെ കേൾക്കുക. അപ്പോൾ ഇതൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ ബിസിനസ് ന്യൂസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ന്യൂസ് ചാനലോ ഒക്കെ കേൾക്കാൻ, വെറുതെ കുറേ പേര് മരിച്ചു, അടിവെച്ചു, രാഷ്ട്രീയം അങ്ങനെയൊന്നും അല്ല. രാഷ്ട്രീയം ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയുന്നില്ല, രാഷ്ട്രീയം ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ബട്ട് നമുക്കതിൽ താല്പര്യം ഇല്ലെങ്കിൽ യു ക്യാൻ ഹാവ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മുടെ ടൈമിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ ഇതിൽ ഞാൻ ഒരുപാട് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു അജണ്ട ഉണ്ടാവണം, നമ്മൾ നോ പറയേണ്ടവരോട്. പിന്നെ തേർഡ് എന്ന് പറയുന്നത്, ഈ കുറേ വയസ്സായിട്ടുള്ള ആൾക്കാരുണ്ടല്ലേ, നമ്മൾ ഒരു റെസ്പെക്റ്റ് കൊടുക്കണമല്ലോ, വയസ്സായതുകൊണ്ട് റെസ്പെക്റ്റ് കൊടുക്കണമല്ലോ എന്നും പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ആരെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, അപ്പോൾ കഷ്ടകാലത്തിൽ നമ്മളായിരിക്കും അവരുടെ മുന്നിൽ പെടുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ നിന്ന് ദയവായി രക്ഷപ്പെട്ടു പോവുക. അവർക്കോ അവരുടെ ലൈഫിലൊന്നും ആവാൻ പറ്റിയില്ല, അവർ നമ്മുടെ ടൈമും കൂടെ കളയാം. അപ്പം പ്രായമായ ആൾക്കാരോട് എനിക്ക് പറയാനുള്ള, ഒരുപാട് പ്രായമായി നിങ്ങൾ പറയുന്ന കേൾക്കാൻ ആരും വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പറയുന്നതിൽ ഒരു കാമ്പും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യരുത്. അവരവരുടെ ലൈഫ് നല്ലതായിട്ട് യൂട്ടിലൈസ് ചെയ്യട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള ടൈം വേസ്റ്റേഴ്സ് ഒന്നും ഞാൻ പറഞ്ഞില്ല. പ്രായമായ ആൾക്കാരായിരിക്കും, അവർക്ക് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും. ബട്ട് നമ്മൾ എന്തിനാണ് പോയി പെടുന്നത്? അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ വെറും റെസ്പെക്റ്റ് ബേസ് ചെയ്തിട്ട് ആൾക്കാർ കാമ്പില്ലാത്ത കാര്യങ്ങളാണ്, നമുക്ക് ഒരു താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് ഇവർ പറയുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സ്കൂട്ടാകുക.
അങ്ങനെയുള്ള ആൾക്കാർക്ക് ചെവി കൊടുക്കാതിരിക്കുക. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ലൈഫിൽ നമുക്ക് വളരെ നമുക്കിപ്പം യങ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഒരുപാട് കാലം ഇനി ഉണ്ടെന്ന്. പക്ഷേ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് എനർജറ്റിക് ആയിട്ടുള്ള നമ്മുടെ ടൈമാണ് ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള യങ് ആയിട്ടുള്ള ടൈം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. കാരണം കുറേ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ 40s എത്തുമ്പോഴത്തേക്കും നമുക്ക് ഈ കാര്യമൊക്കെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് തിരിച്ച് വന്ന് നമുക്ക് ഈ ലൈഫ് ഇനി ജീവിക്കാനൊന്നും പറ്റത്തില്ല. സോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളിത് മനസ്സിലാക്കുക, നമ്മുടെ ടൈം. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 2 weeks എങ്കിലും നമ്മൾ എഴുതുക. നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മുടെ ടൈം പോകുന്നതെന്ന്. അപ്പോഴാണ് നമുക്കൊരു ഓഡിറ്റ് നടത്തുക. നമ്മൾ കൃത്യമായിട്ട് എഴുതുക, നമ്മുടെ ടൈം എവിടേക്കാണ് പോകുന്നത്, എന്തൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ ടൈം പോകുന്നത്. നമുക്കറിയാം, ഒരു 7 മണിക്കൂർ ഞാൻ ഉറങ്ങുന്നു, ബാക്കി ഒരു 3-4 മണിക്കൂർ കുളിക്കാനും കഴിക്കാനും ഒക്കെ എടുക്കുന്നു. പിന്നെ ബാക്കിയുള്ള സമയത്ത് ഞാൻ എന്താണ് ചെയ്യുന്നത്, എൻ്റെ ടൈം പ്രൊഡക്റ്റീവായിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, അതോ ഞാൻ അൺനെസസറി എൻ്റെ ടൈം. ചിലപ്പോൾ നമ്മൾ ഒരു റീല് കാണാനായിട്ട് എടുക്കുന്നത് 2, 3, 4 മണിക്കൂർ പോകുന്നത് നമ്മൾ അറിയത്തില്ല. അപ്പോൾ ആരുടെ വീഡിയോസാണ് ഞാൻ കാണുന്നത്, ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രൊഡക്ടിവിറ്റി എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടോ? സോ അതൊക്കെ നമ്മളൊന്ന് വാച്ച് ചെയ്യുക. ഈ 2 weeks അധികം കാലമൊന്നും ചെയ്യേണ്ട, 2-3 weeks ചെയ്യുമ്പോൾ തന്നെ അറിയാം. ഇപ്പം നമ്മൾ ശരിക്കും ഇപ്പം ഐ എം ഓൾസോ ഡൂയിങ് ലിറ്റിൽ ബിറ്റ് ഓഫ് ജ്യോതിഷം. ഇപ്പോൾ ജ്യോതിഷം നോക്കി കവടി നിരത്തി ഒരുത്തിൻ്റെ ലൈഫ് പറയേണ്ട കാര്യമൊന്നുമില്ല. അവൻ എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവൻ്റെ ലൈഫ് നമുക്കറിയാൻ പറ്റും. ഇവൻ എങ്ങോട്ടാണ് ഇവൻ്റെ പോക്കെന്ന്, ഇവൻ്റെ ലൈഫിലെ പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈം ഇവൻ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, വെറുതെ വേസ്റ്റാക്കി കളയുവാണോ അതോ അവൻ പ്രൊഡക്റ്റീവ് ഇപ്പോൾ ലൈഫിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും അവരുടെ ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ടൈം വേസ്റ്റേഴ്സിൻ്റെ കൂടെ പോയിട്ടുള്ള ആൾക്കാരേ അല്ല. അപ്പം നമ്മുടെ ഫ്രണ്ട്സ് ഇപ്പോൾ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, പലരും എക്സാമൊക്കെ അടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ ഒരു ടോപ്പിക് നന്നായി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ ടൈമുണ്ട്, ബാക്കിയുള്ള ടോപ്പിക്കും കൂടെ നമുക്ക് റിവൈസ് ചെയ്യാനുണ്ട്. അപ്പോഴായിരിക്കും ഒരാൾ വന്നിട്ട് എനിക്കിതൊന്ന് പറഞ്ഞു തരുമോ, നിനക്ക് നന്നായി അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി പറഞ്ഞു നമ്മുടെ ടൈം, നമ്മുടെ എനർജി ഇവനെ മനസ്സിലാക്കിപ്പിക്കാനായിട്ട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സമയം കഴിഞ്ഞു, എക്സാമിനേഷൻ ഹോളിലെത്തി. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള കുറച്ച് റിവൈസ് ചെയ്യാനുള്ള പോർഷൻ നമ്മൾ വിട്ടുപോയി. അപ്പോൾ അപ്പോഴായിരിക്കും നമ്മൾ ഓർക്കുന്നത്, ദൈവമേ ഇത് നോക്കാനുള്ള ടൈം കിട്ടിയില്ലല്ലോ. അപ്പോൾ ഇതുപോലെ എക്സാം തൊട്ട് മുന്നേ ഇങ്ങനെയുള്ള ടൈം വേസ്റ്റേഴ്സിനെ നമ്മൾ ഒഴിവാക്കുക. പകരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അവൻ കുറച്ച് നാൾ മുന്നേ ചോദിക്കായിരുന്നല്ലോ ഈ കാര്യം, എക്സാം തൊട്ട് മുമ്പ് ഇങ്ങനെ ചോദിച്ചിട്ട് എൻ്റെ സമയം കൂടെ കളയണ്ടല്ലോ. സോ അതുകൊണ്ട് എന്തിലും നിങ്ങളൊന്ന് റീതിങ്ക് ചെയ്യുക. നിങ്ങളുടെ സെൽഫായിട്ട് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. നമ്മളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഈവൻ പേരൻസ് പോലും ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഇങ്ങനെ ടൈം വേസ്റ്റേഴ്സായി മാറാറുണ്ട്. അപ്പോൾ അവരുടെ അൺനെസസറി വളരെ ഫാർ റിലേറ്റീവായിട്ടുള്ള കാര്യം, റിലേറ്റീവ്സിൻ്റെ ഒക്കെ അടുത്തുനിന്ന് നമ്മൾ പോകേണ്ട കാര്യമില്ലെങ്കിൽ ബെറ്റർ യു യൂട്ടിലൈസ് യുവർ ടൈം ഫോർ യുവർ സെൽഫ്. പിന്നെ ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. അതായത് പലരും ജീവിക്കുന്നത് ഇനി ഒരിക്കലും മരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് പലരുടെയും ജീവിതം. കാരണം അങ്ങ് ലാവിഷായി അങ്ങ് കളയുവാണ്. പെട്ടെന്ന് മരിക്കേണ്ട ഒരു ടൈം വരുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, ദൈവമേ ഞാൻ എൻ്റെ ലൈഫ് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും ഞാൻ പ്രൊഡക്റ്റീവായിട്ടാണ് യൂട്ടിലൈസ് ചെയ്തത്, ദൈവമേ എന്തൊക്കെ കാര്യം ചെയ്യാമായിരുന്നു, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ആയിട്ടുണ്ട്, ഈ ടൈമൊക്കെ ഇത്ര പെട്ടെന്ന് പോയോ. കാരണം 1 വർഷം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു വലിയ കാലയളവാണെന്ന്. ബട്ട് 10 years 20 years എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് അങ്ങ് കടന്നു പോകും, നമ്മൾ അറിയത്തുപോലും ഇല്ല എന്താ സംഭവിച്ചത്. പിന്നെ നമുക്ക് നമ്മുടെ ആരോഗ്യം കീപ്പ് ചെയ്യണം. അപ്പം ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ള ഫുഡ് കഴിക്കുക, പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം കളിക്കുക. ഇതൊക്കെ നമ്മുടെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാതെ അൺനെസസറി ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെയോ ടൈം വേസ്റ്റ് ചെയ്യുകയോ ചെയ്യാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. സോ ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു. ബൈ.